സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രണവ് അഭിനയിച്ചിട്ട് നന്നായോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പുതിയ തലമുറയിലെ അഭിനേതാക്കളെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ അഭിനയം അവരുടെ അഭിനയമൊക്കെ വളരെ ബ്രില്യൻ്റ് ആക്ടേഴ്സാണ്, ഒരുപാട് പേരുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ അരവിന്ദേട്ടൻ്റെ പടവും ഭരതേട്ടൻ്റെ പടവും പത്മരാജൻ അല്ലെങ്കിൽ ശശികുമാർ സാറ് അതുപോലെ സത്യൻ, അങ്ങനെ ഒരുപാട് പേരുടെ ഇത്രയും ആൾക്കാരുടെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഒരു ആക്ടറിന് നല്ല റോള് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മളിലേക്കൊരു കഥയുമായിട്ട് വരുമ്പോൾ മറ്റ് സിനിമകളുടെ ഇൻഫ്ലുവൻസിലാണ് അവർ വരുന്നത്. അങ്ങനെ അത് ബ്രേക്ക് ചെയ്തൊരു കഥയായിട്ട് അതിന് വന്നിട്ടില്ല. പക്ഷെ അത്തരം ആൾക്കാർ എന്നോട് പറഞ്ഞ കഥകളൊക്കെ മോഹൻലാലിന് വേണ്ടിയിട്ടുള്ള കഥകളാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുഴപ്പം. രാജുമോഹൻ എന്നോട് ഒരു കാര്യം ചോദിച്ചത്, വലിയ കുട്ടിയായിട്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല, ഇനി ചിന്തിക്കുകയില്ല. ഞാൻ വളരെ അങ്ങനെ സ്വപ്നമൊന്നും കാണുന്ന ഒരാളല്ല, വളരെ അപൂർവം. പക്ഷേ അദ്ദേഹത്തിനെ വല്ലപ്പോഴുമൊക്കെ ഞാൻ കാണും. ഒരു നിർദാക്ഷിണ്യം പെരുമാറുന്ന ആളാണ്. കാര്യം ആ സിനിമയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ചൈനയിൽ ആ സിനിമ അയാൾ പോയി സറണ്ടർ ചെയ്യേണ്ടി വന്നു. അവരവിടെ പോലീസിനെ പറ്റിക്കാൻ സമ്മതിക്കില്ല. ആ സിനിമയുടെ ക്ലൈമാക്സ് ഞാനാണ് ചെയ്തതെന്ന് സമ്മതിച്ചു. അത്തരം സിനിമകളില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ശ്രീനിവാസൻ ഈ സിനിമയുടെ തുടക്കം തൊട്ട് അതിലൊരു വലിയ റോള് വഹിച്ച ആളാണ്. ആ സൗഹൃദത്തിൽ എന്തെങ്കിലും ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടോ? അതോ എനിക്കൊരു ഉലച്ചിൽ സംഭവിച്ചില്ല, അദ്ദേഹത്തിനും പറ്റിയിട്ടില്ല. അഭിപ്രായം പറയുന്ന പറഞ്ഞാൽ അതൊരു മോശം സിനിമയാണെങ്കിൽ മോശം സിനിമ അവർക്ക് ഇഷ്ടമായില്ലെന്ന് പറയാൻ അവർക്ക് മടിയാണ്. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമാണ്, എനിക്കതൊരു മ്യൂസിയമായിട്ട് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുത്തിട്ട് പോകണം. ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരാളായിരിക്കും ഞാൻ ഇപ്പോഴും. ഈ പൃഥ്വിരാജിൻ്റെ ചിത്രമായിരുന്നു ലൂസിഫർ, അതിൽ അഭിനയിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പൂരാനാണ്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കുമ്പോൾ അത് എങ്ങനെയാണ്? അതിനെയൊക്കെ ഒരു തലമുറയാണല്ലോ, പുതിയൊരു തലമുറയാണിത്. അല്ല, അദ്ദേഹം വന്ന് നറേറ്റ് ചെയ്യും. വളരെ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. എങ്ങനെ സിനിമ എടുക്കുക, അത്തരം സിനിമകൾ എടുക്കാൻ നല്ല പ്രയാസമാണ്. ഇപ്പോൾ ലൂസിഫർ ആയാലും ഇപ്പം എമ്പുരാൻ എന്നുള്ള ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഞങ്ങൾക്ക് ഗുജറാത്തിലായിരുന്നു ഷൂട്ടിംഗ്. ഖുറേഷി. അവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിർത്തേണ്ടി വന്നു. ഞങ്ങൾ അവിടെ ഒരു ഹവേലി, വലിയൊരു പാലസ്, നമ്മൾ അതിൻ്റെ കൂടെ സെറ്റൊക്കെ ഇട്ട് 250 ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 10-12 ദിവസം 2 ഫ്ലാഷ് ബാക്കും പ്രസൻറ്റുമാണ് എടുക്കുന്നത്. അത് നിർത്തി വെച്ചിട്ട് നിൽക്കുകയാണ്. കാര്യം ഇന്ന് വിളിച്ചപ്പോഴും അവിടെ മഴയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെല്ലാം കുറേ പറഞ്ഞു വിട്ടു. പക്ഷെ ആ സെറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. ശരി. നമ്മൾ ലേ ലഡാക്കിലാണ് തുടങ്ങിയത്. പിന്നെ ഞങ്ങളത് UK ഷൂട്ട് ചെയ്തു, USA ഷൂട്ട് ചെയ്തു, കേരളത്തിൽ ഷൂട്ട് ചെയ്തു, മദ്രാസിൽ ഷൂട്ട് ചെയ്തു. ഇനി ബോംബെ, ഹൈദരാബാദ്, ഗുജറാത്ത്, ഇനി ദുബായിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. വലിയ ഫിലിമാണ്. ഇപ്പോഴും മലയാള സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ, പുതിയ തലമുറ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ കുറിച്ചല്ല, ഈ പുതിയ തലമുറയിലെ അഭിനേതാക്കളെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ അഭിനയം അവരുടെ അഭിനയമൊക്കെ വളരെ ബ്രില്യൻ്റ് ആക്ടേഴ്സാണ്, ഒരുപാട് പേരുണ്ട്. പിന്നെ എനിക്കും മമ്മൂട്ടിക്കൊക്കെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല കഥകളാണ്, സ്ക്രിപ്റ്റുകളാണ്. ആ സമയത്ത് അതുപോലുള്ള കഥാപാത്രങ്ങളെ അവർക്ക് കിട്ടണം. അതാണ് ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതാണല്ലോ. ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ അരവിന്ദേട്ടൻ്റെ പടവും ഭരതേട്ടൻ്റെ പടവും പത്മരാജൻ അല്ലെങ്കിൽ ശശികുമാർ സാറ് അതുപോലെ സത്യൻ, അങ്ങനെ ഒരുപാട് പേരുടെ ഇത്രയും ആൾക്കാരുടെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ബ്ലസ്സിയുടെ സിനിമയായാലും എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ് അവർ. അപ്പോൾ അവർ തന്നെ കഥകൾ എഴുതി ഒക്കെ ഉണ്ടാക്കും. അപ്പം പുതിയ സംവിധായകർ അവർ തന്നെ കഥകൾ എഴുതണം, അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ കഥ പെട്ടെന്നൊരു കഥയല്ലല്ലോ. അപ്പോൾ ഒരു ആക്ടറിന് നല്ല റോള് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ ഈ വനപ്രസ്ഥം, നാളെ ഒരാൾ എണീറ്റ് എനിക്കൊരു കഥകളി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഒരാളുണ്ടാകണം, ഒരു കഥയുണ്ടാകണം. ഇരുവർന്നുള്ള സിനിമ, എത്രയോ സിനിമകൾ, അതൊരു ഭാഗ്യമാണ് ഒരു ആക്ടറെ സംബന്ധിച്ചോളം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്ത് കുറേ യുവ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും വന്നു. ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, അങ്ങനെയൊക്കെ. അവർക്കിപ്പോഴും ലാൽ സാർ അപ്രാപ്യമാണോ? അതോ അവരോടൊപ്പം? അല്ല, അവരൊന്നും ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ സിനിമയെ ഇപ്പോൾ പെട്ടെന്ന് നമ്മളിലേക്കൊരു കഥയുമായിട്ട് വരുമ്പോൾ മറ്റ് സിനിമകളുടെ ഇൻഫ്ലുവൻസിലാണ് അവർ വരുന്നത്. അങ്ങനെ അത് ബ്രേക്ക് ചെയ്തൊരു കഥയായിട്ട് അതിന് വന്നിട്ടില്ല.
അങ്ങനെ വന്നിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന തരുൺ മൂർത്തിയുടെ സിനിമയാണ്. 8 വർഷം എടുത്ത് ഞങ്ങൾ ആ സിനിമ ചെയ്യാൻ. അത് ശരി. അതിൻ്റെ കഥ മാറി മാറി വന്ന അവസാനം അത് നല്ലൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ഇപ്പോൾ ചെറിയ സിനിമകളിൽ നേരെന്നുള്ള സിനിമയൊക്കെ വളരെ ചെറിയ സിനിമകളാണ്. പക്ഷേ അത്തരം ആൾക്കാർ എന്നോട് പറഞ്ഞ കഥകളൊക്കെ മോഹൻലാലിന് വേണ്ടിയിട്ടുള്ള കഥകളാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പോൾ ആ കഥയിൽ പല സിനിമകളുടെ ഇൻഫ്ലുവൻസ് വരുന്നു. നല്ല കഥാപാത്രങ്ങളെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. എന്നാൽ അവർക്ക് ഏറ്റവും നല്ല സന്തോഷമല്ല അത്തരം ആൾക്കാരോട് സിനിമ ചെയ്യാൻ. എത്രയോ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആൾക്കാർ പറയും അപ്രാപ്യമാണ് എൻ്റെ അടുത്ത്. അങ്ങനെയൊന്നുമല്ല. നമ്മളോട് നമുക്ക് എക്സൈറ്റ് ചെയ്യുന്നൊരു കഥ വേണ്ടേ. ഇപ്പോൾ അരവിന്ദൻ സാറിൻ്റെ സിനിമ ചെയ്തു, പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ വന്നില്ല. അത് എന്നെ ഒരു സിനിമയിൽ വിളിച്ചതാണ്. ഞാൻ അവിടെ പോവുകയും അദ്ദേഹം കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ആ സിനിമ തുടങ്ങുന്ന സമയത്ത് എൻ്റെ പരദേശി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ട് മാറി വരാൻ എനിക്ക് പറ്റാതായിപ്പോയി. കാര്യം അതിൻ്റെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ പിന്നെ എല്ലാവരുടെയും സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ. അതിനൊരു എനിക്കൊരു ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും, അത്രയേ ഉള്ളൂ. അല്ല ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല, ഇനി ചിന്തിക്കുകയില്ല. ചില വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ, ആ പേര് പറയുമ്പോൾ അവർ മനസ്സിലുള്ള ഒരു ഒറ്റ ചിന്തകളും. അശോക് കുമാർ തിരനോട്ടത്തിൻ്റെ സംവിധായകനായിരുന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് അങ്ങേയടുത്ത് സംസാരിക്കില്ലല്ലോ. കാര്യം എത്രയോ വർഷത്തെ ബന്ധം. അങ്ങനെ ഒരു സിനിമ അന്ന് ശരിക്കും +2 ഒന്നുമില്ലല്ലോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറായില്ല. വലിയ ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സിനിമ എടുക്കാൻ ഒരാൾ തയ്യാറാകുക. കാര്യം രാജീവ് നാഥ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അപ്പോൾ അങ്ങനെ അശോക് കുമാറിൻ്റെ സിനിമയെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയുകയില്ലായിരുന്നു ആ സമയത്ത്. അതൊരു വലിയ അറ്റംപ്റ്റ് ആയിരുന്നല്ലേ. ഭയങ്കര അറ്റംപ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അപ്പോൾ അശോകുമായിട്ട് മിക്ക ദിവസവും ഞാൻ സംസാരിക്കും ഇപ്പോഴും. കാര്യം അദ്ദേഹം സിനിമ എന്നൊക്കെ മാറി ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അയാളാണല്ലോ തിരനോട്ടം എന്നൊരു സിനിമയിലൂടെയാണല്ലോ നമ്മൾ സിനിമയിലേക്ക്. പ്രിയദർശൻ എന്നിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. കാര്യം തിരനോട്ടത്തിൽ വന്നു, പിന്നെ നവോദയയിലേക്ക് ഞാനാണ് കൊണ്ടുപോകുന്നത്. അത് വലിയ കൂട്ടുകെട്ടായി മാറി. ഇപ്പോൾ ആദ്യത്തെ സിനിമ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ്. പ്രിയനൊരു 3 സിനിമ കൂടെ ചെയ്താൽ 100 സിനിമയാവും. അപ്പോൾ ആ 100ാമത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഒരിക്കലും ലോകത്ത് സംഭവിക്കുമെന്നറിയില്ല. 100 സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമാണ്. ആദ്യത്തെ സിനിമയിലെ ആ നായകൻ തന്നെ 100ാമത്തെ സിനിമയിൽ അഭിനയിക്കുക, ഇതൊക്കെ മലയാളത്തിൽ മാത്രമേ. കാര്യം മലയാളത്തിന് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ 2000 സിനിമ ചെയ്ത ആൾക്കാരുണ്ട്, 3000 സിനിമ. സുകുമാരി ചേച്ചിയൊക്കെ അറിയില്ല എത്ര സിനിമ ചെയ്തെന്ന്. ക്യാമറാമാന്മാരുണ്ട്, സംവിധായകൻ ചന്ദ്രകുമാറൊക്കെ 150 സിനിമയെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. IV ശശികുമാർ സാറ്. ഇപ്പോൾ പ്രിയദർശൻ 100 സിനിമ ചെയ്യുന്നു. അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല തമിഴ് ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്, ഹിന്ദി ചെയ്തിട്ടുണ്ട്. തമ്പി കണ്ണന്താനം നമ്മളെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. രാജാവിൻ്റെ ആദ്യമായിട്ട് ഒരുപാട് അതിനു മുമ്പ് വേറെ ഒരുപാട് സിനിമയുടെ ശശികുമാർ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾ അതിനു മുമ്പ് മറ്റേ മദ്രാസിലെ മോൻ അങ്ങനത്തെ ചില സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ തമ്പിയുടെ ആ സിനിമയാണ് ഒരുപക്ഷെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു റോളിലും എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞ് ആ സിനിമ ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പറയുന്നല്ലോ, ഇതൊക്കെ ഒരു സംഭവിക്കുന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ട രാജാവിൻ്റെ മകൻ എന്ന് പറയുന്നത് ഇപ്പോഴും. ഇന്നലെ ആ രാജാവിൻ്റെ മകനിൽ അഭിനയിച്ച കുട്ടിയുണ്ടായിരുന്നു. അത് ശരി. രാജുമോഹൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു. വലിയ കുട്ടിയായിട്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരി. അതുപോലെ ശശികുമാർ ഒരുപാട് സിനിമ എത്രയോ സിനിമ അത്രയും ഒരു വളരെ സ്നേഹത്തിലുള്ള അത്രയും നല്ലൊരു ഡയറക്ടറാണ്. നമ്മളെയൊക്കെ അത്രയും വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. എത്ര സിനിമകളാണ് ഞാൻ ചെയ്തത്. സത്യനന്ദിക്കാട് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് നേടുന്ന TP ബാലഗോപാലിൻ്റെ അമ്മയൊക്കെ ചെയ്തു. സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ പടം 40 വർഷത്തിന് മുമ്പ് ആദ്യത്തെ പടത്തിലാണ് ഞാൻ കുറുക്കൻ്റെ കല്യാണം. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പടം ഞങ്ങളുടെ പടമാണ് ഹൃദയപൂർവ്വം എന്നൊരു സിനിമയുടെ പേരിട്ടില്ല അതായിരിക്കാം. അപ്പോൾ ഈ 40 വർഷമായിട്ട് നമ്മൾ എത്രയോ നല്ല സിനിമകൾ ട്രാവൽ ചെയ്യുന്നു. അവരൊക്കെ വളരെ എന്താ പറയുക, നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനമുള്ള ആളാണ്. സിബി മലയിൽ ആദ്യം എന്നെ സിനിമയിൽ വേണ്ട ആളാണ്. ഏറ്റവും കുറച്ച് മാർക്ക് അദ്ദേഹത്തിൻ്റെ 2 സിനിമകളിലാണ് എനിക്ക് നാഷണൽ അവാർഡ്. സിബിക്ക് ഇപ്പം ദേവദൂതൻ എന്നുള്ള സിനിമ
വളരെ ക്രാഫ്റ്റ് വൈസ് ഒക്കെ വളരെ നല്ല സിനിമയായിരുന്നു. അതെ അതെ. ആ സിനിമ അന്ന് എന്തുകൊണ്ട് ഓടിയില്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പത്മരാജൻ, അയ്യോ, തൂവാനത്തുമ്പികൾ, എല്ലാ സിനിമകളും ഞങ്ങളുടെ ദേശാടന കിളി കരയാറില്ല, അല്ലെങ്കിൽ കരിയിലക്കാർ, സീസൺ, തൂവാനത്തുമ്പികൾ. തൂവാനത്തുമ്പികൾ ഇപ്പോഴും ആൾക്കാർ അന്നത്തെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെടുകയല്ലേ. പപ്പൻ പൂജപ്പുരയുള്ള ആളാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ്. പക്ഷേ അവരൊക്കെ ആ എന്താണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടില്ല, സിനിമ എന്നുള്ളതല്ല, ഒരു സൗഹൃദത്തിൽ ഏറ്റവും അങ്ങനത്തെ എല്ലാ മിക്ക ദിവസങ്ങളും ഞാൻ ഓർക്കുന്ന ഒരാൾ പപ്പേട്ടൻ. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇന്നിപ്പോൾ അങ്ങ് ഓർപ്പിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ. ഞാൻ വളരെ അങ്ങനെ സ്വപ്നമൊന്നും കാണുന്ന ഒരാളല്ല, വളരെ അപൂർവം. പക്ഷേ അദ്ദേഹത്തിനെ വല്ലപ്പോഴുമൊക്കെ ഞാൻ കാണാറുണ്ട്. ഭരതൻ്റെ 2 സിനിമയും ചെയ്തിട്ടുള്ളൂ, 2 കാറ്റത്തേക്കുള്ള. പക്ഷേ ഇടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മദ്രാസിൽ പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെയൊക്കെ വളരെ നല്ലൊരു സൗഹൃദത്തിലുള്ള ആളാണ്. കമൽ, ഇന്നലെ കമലുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ സിനിമ അല്ലല്ല, നീർപ്പൂക്കൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണികളെ ഒരു കഥ പറയാം, അയാൾ കഥ എഴുതുകയാണ്. കമലിൻ്റെ വേറെ കുറേ സിനിമകൾ ഞാൻ അഭിനയിച്ചു. ഉള്ളടക്കം അതൊക്കെ ഞങ്ങളുടെ പ്രൊഡക്ഷനായിരുന്നു. ചിയേഴ്സ്, ഉണ്ണികളെ കഥ പറയാം, ഞങ്ങളുടെ പ്രൊഡക്ഷനായിരുന്നു. ഭദ്രൻ്റെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരു ആക്ടർ ഞാനാണ്. വേറെ ഒരു സിനിമയെ കൂടുതൽ. കാര്യം അദ്ദേഹം അത്രയും ഒരു എന്താ പറയണ്ട, ഒരു ആ സിനിമയ്ക്ക് വേണ്ടി മുഴുവൻ ഒരു നിർദാക്ഷിണ്യം പെരുമാറുന്ന ആളാണ്. കാര്യം ആ സിനിമയ്ക്ക് വേണ്ടിയാണ് അയാൾ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും വളരെ വ്യത്യസ്തമായ സിനിമകളായിരുന്നു ഞാൻ അഭിനയിച്ചിട്ടുള്ള. അങ്കിൾ ബണ്ണിനെ നമുക്ക് ഈ ആക്ടറിന് ഭയങ്കര സ്ട്രെയിനാണ്. കാര്യം അത് ഇട്ടുകൊണ്ട് അവിടെ നടക്കുക. കൊടൈക്കനാലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ചൂടെന്ന് പറയുന്നത്, ഞാൻ ഹോസ്പിറ്റലായി പോയി. കാര്യം ഓരോ ഷോട്ട് കഴിഞ്ഞത് ഊരി നമ്മൾ ഫാനിൻ്റെ അവിടെ കൊണ്ട് നിൽക്കും. ഇപ്പോൾ സ്ഫടികമായാലും ഒക്കെ ഭയങ്കര പ്രയാസമുള്ള സ്ട്രെയിൻ ഉണ്ടെങ്കിലും ഭയങ്കര ആക്ടിങ്ങും ആണല്ലോ. വളരെ ഒരു കമ്മിറ്റഡ് ഡയറക്ടറാണ്. എന്താണ് വേണ്ടത് അത് വേണം. അത് അങ്ങനെ എത്ര ശ്രമം വേണം, എന്ത് വേണം ചെയ്യും. ഷാജിയൻ കരുൺ, അദ്ദേഹം വനപ്രസ്ഥം. എനിക്ക് എന്താണ് അദ്ദേഹത്തിന് നമ്മുടെ ഒരു കാനിൻ്റെ ഡയസിലേക്ക് ഞാൻ നടന്നു കയറിയത് അദ്ദേഹമായിട്ടാണ്. അപ്പോൾ വേറെ ആരും അങ്ങനെ പോയിട്ടുണ്ടാവില്ല. അതൊക്കെ ഒരു ഭാഗ്യമാണ് അദ്ദേഹം അങ്ങനെ ഒരു സിനിമ തോന്നിക്കുന്നത്. ഏറ്റവും നിശബ്ദമായിട്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെ വേണേലും പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തു, പക്ഷേ അത് നടന്നില്ല. അതെ അതെ. എപ്പോഴും അദ്ദേഹം കാണുമ്പോൾ ചോദിക്കുക എന്തായി നമ്മുടെ കടൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുന്ന ആളാണ്. ഷായ്സാറുമായിട്ടൊക്കെ നമുക്കൊരു സിനിമ ചെയ്യണം, ഇങ്ങനെ വനപ്രസ്ഥത്തിനെക്കാട്ടിലും നല്ലൊരു സിനിമ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയും. നമ്മുടെ ജീവിതത്തിലെ മൈൽ സ്റ്റോണുകളാണ് ഇവരൊക്കെ. ബ്ലസ്സിയുടെ 3 സിനിമകളും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. തന്മാത്ര, പ്രണയം, ഭ്രമരം. പിന്നെ ബ്ലസ്സിയായിട്ട് ഞാൻ വേറൊരു പ്രോജക്റ്റിലും അദ്ദേഹത്തിന് ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയല്ലോ. അദ്ദേഹത്തിൻ്റെ ഞാനാണ് അതിൻ്റെ സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അത് 48-42 മണിക്കൂറാണ് ഡോക്യുമെൻ്ററി. ജിത്തു വളരെ എന്താണ് ജിത്തുവിൻ്റെ സിനിമ എന്ന് പറയുന്നത്, ഒരുപക്ഷെ മലയാള സിനിമ ഈ കോവിഡ് സമയത്ത് ആയതുകൊണ്ടായിരിക്കും ഒരു ഇന്ത്യ മുഴുവൻ എത്തിച്ച ഒരു സംവിധായകനാണ് ദൃശ്യം എന്നുള്ള സിനിമ. അതെല്ലാ ഭാഷകളിലേക്കും പോയി. വളരെ ഒരു പ്രത്യേകതയുള്ള ഡയറക്ടറാണ്. മോർ ഓഫ് ഒരുപാട് ഭാഷകളിൽ സിനിമ വന്നു, എല്ലാ ഭാഷയിലും വന്നു. നമ്മൾ ചൈനീസ് ഭാഷയിൽ വന്നു, സിംഗ്ലീഷിൽ വന്നു, അത് കൊറിയയിൽ ചെയ്യാൻ പോവാണ്. ദൃശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മേക്ക് ബിലീഫാണ്. അതിൽ ചില പ്രേക്ഷകർ പക്ഷേ അത് ശരിയായി ഉൾക്കൊള്ളുമെന്നും അതിലെ ക്രൈം അനുകരിക്കാൻ നോക്കുന്നു എന്നൊക്കെ ചിലർ വിമർശിച്ചു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സിനിമയിലല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ പോലീസ് വിളിക്കില്ലേ? ഇപ്പോൾ ചൈനയിൽ ആ സിനിമ അയാൾ പോയി സറണ്ടർ ചെയ്യേണ്ടി വന്നു. അവരവിടെ പോലീസിനെ പറ്റിക്കാൻ സമ്മതിക്കില്ല. ആ സിനിമയുടെ ക്ലൈമാക്സ് ഞാനാണ് ചെയ്തതെന്ന് സമ്മതിച്ചു. ഇപ്പോൾ എന്താണ് ഭദ്രൻ്റെ സ്ഫടികം കണ്ടിട്ട് ആൾക്കാരെ മുണ്ടടിച്ചിട്ട് പോലീസിനെ പിടിച്ചു എന്നൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അവരെ ഇടിച്ച് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയില്ലേ? അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ക്രൈം ചിലപ്പോൾ ഉണ്ടാകാം, അത്യപൂർവമായിട്ടൊക്കെ ഉണ്ടാകാം. ചില ബാങ്ക് റോബറികളൊക്കെ ഉണ്ടായി എന്നൊക്കെ ചില കഥകളുണ്ട്. അല്ലെങ്കിൽ അത്തരം ബാങ്ക് റോബറിന്ന് സിനിമകളുണ്ടായിട്ടുണ്ട്. തിരിച്ചാണ്. ഇപ്പോൾ ജഗതി ശ്രീകുമാർ, അയ്യോ
എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിലൊരു വിശ്രമം വന്നത് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഞാനും നമ്മൾ ചേട്ടനായിട്ട് ചെയ്ത എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ ഒരു ടോം ആൻഡ് ജെറി പോലെയാണ് ഞങ്ങൾ പല സിനിമകളിൽ അഭിനയിച്ചിരുന്നത്. അതെ അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും. ഇപ്പോൾ ഈയിടെ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ അദ്ദേഹം വന്നിരുന്നു, വേറൊരു ആളായി മാറിപ്പോയി. വേണുനാഗവള്ളി ഒരു ജം ഓഫ് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരൊക്കെ പോയപ്പോഴാണ് ഭയങ്കര ഈ എന്താണ് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നതാണ്. ഒന്നാമത് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ വേണുചേട്ടനായാലും വേണുചേട്ടനായാലും ജഗദീഷ് ശ്രീകുമാറൊക്കെ. ലോഹിതദാസ് എന്താ ഞങ്ങളുടെ അമ്മയുടെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത്. അതെ, അവർക്കൊക്കെ ഒരു നാടകത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് സിനിമയിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, സ്ക്രിപ്റ്റിങ് കാര്യങ്ങൾ അതിലൊക്കെ. അത് എത്ര നല്ല സിനിമകളാണ്. എൻ്റെ എന്താണ് ഹിസൈനസ് അബ്ദുള്ള മുതൽ ഭരതം, കമിലദളം, ധനം, അങ്ങനെ എത്ര സിനിമകളാണ്. അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ പുതിയ ആക്ടേഴ്സിന് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെയൊക്കെ അഭാവമാണ്. ഇതുപോലുള്ള ആൾക്കാർ വരണം, എന്നാൽ മാത്രമേ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായി. ഇപ്പം അങ്ങ് ഈ പറഞ്ഞ സിനിമകളൊക്കെ, അത്തരം സിനിമകളില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട ലോങ് സ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആളാണ്. ആ ഒരു പഠിക്കുന്ന കാലം തൊട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഒപ്പം ഇപ്പോഴും ഉണ്ട്. ശ്രീനിവാസൻ ഈ സിനിമയുടെ തുടക്കം തൊട്ടേ അതിലൊരു വലിയ റോള് വഹിച്ച ആളാണ്. ആ സൗഹൃദത്തിൽ എന്തെങ്കിലും ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടോ? അതോ എനിക്കൊരു ഉലച്ചിൽ സംഭവിച്ചില്ല, അദ്ദേഹത്തിനും പറ്റിയിട്ടില്ല എന്നാണ് കാര്യം. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ്. എന്തോ പറയാൻ ശ്രമിച്ചു, പക്ഷെ അത് വേറൊരു രീതിയിൽ മാറിപ്പോയതായിരിക്കാം. ഒരുമിച്ച് സിനിമ ഇതുമല്ല, ഒരുമിച്ച് ഞങ്ങളൊരു സിനിമ ചെയ്യാൻ തയ്യാറായതാണ് ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത്. ഇപ്പോൾ പറയാം, അവരുടെ വയസ്സായ ഭാഗം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഫിസിക്കലായിട്ട് അദ്ദേഹത്തിന് അത് വയ്യ. അദ്ദേഹത്തിൻ്റെ മകൻ അതിന് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച് എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്കതിൽ ഒരു പ്രയാസമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, അങ്ങനെ ഒരു ആക്ടറിന് ആരോഗ്യം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ 100 വയസ്സായാലും അഭിനയിക്കാം. ഇപ്പോൾ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് ഇപ്പോഴും ഡയറക്റ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ആരോഗ്യം ഇല്ല അദ്ദേഹത്തിന്. അത് ഒരു മോശമായിട്ട് പറഞ്ഞില്ല, അനാരോഗ്യമാണ്. ആരോഗ്യം ഇല്ലെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ട്രാവൽ ചെയ്യണം, കാർ ഓടിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെയാണ് പറഞ്ഞത് ശരിയല്ല. അദ്ദേഹത്തിന് ഞാൻ ഈയിടെയും കണ്ടു. പണ്ടും ഞാൻ ശ്രീനിവാസനെ എല്ലാ ദിവസവും വിളിക്കുകയോ ഫോൺ ചെയ്യാറോ ഒന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ കാര്യവും ഞാൻ അന്വേഷിക്കാറുണ്ട്. സത്യേട്ടനായിട്ട്, സത്യനന്ദിക്കാടായിട്ടോ പ്രിയദർശനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടോ എപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികളാണ് അവർ. അപ്പുമായിട്ടൊക്കെ വളരെയധികം ബന്ധത്തിലുള്ളതാണ്. എൻ്റെ വൈഫുമായിട്ടും ഒക്കെ അവർ ഒന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഒരു തരത്തിലുള്ള നീരസം, എന്തിനാണ് അങ്ങനെ നീരസം കൊണ്ട് നടക്കുന്നത്? നമുക്ക് നീരസം കൊണ്ട് നടന്നാൽ നമുക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്ക് നീരസം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. വ്യക്തിയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് MP സനൽകുമാർ എന്താണ് ജീവിതത്തിൽ? നമുക്ക് ജീവിതത്തിൽ ചില ആൾക്കാരെ എന്താ പറയണ്ടത്, അതിപ്പോൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യ, സഹോദരൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്ന പോലെയാണ്. അദ്ദേഹം എൻ്റെ ഒരു സഹോദരൻ പോലെ ഞാൻ കണക്കാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്നെ അതുപോലെ കണക്കാക്കുന്ന ആളാണ്. എൻ്റെ ഓഡിറ്ററാണ്, പക്ഷേ അതിൽ കൂടുതൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഒപ്പം നിൽക്കുന്ന ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾക്ക് മാത്രം. അങ്ങനെയും കൂടെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലാതെ ഒരു നമ്മളിൽ ഒരു വീഴ്ച വന്നാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് പറയുന്നതാണല്ലോ ഒരു സുഹൃത്ത്. അപ്പോൾ ഭാര്യയുടെ ഒരു പിന്തുണ, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഭാര്യയാണ്. ലാലേട്ടൻ്റെ ഒരു സിനിമാ ലോകത്തു നിന്ന് തന്നെ ഒരു വലിയ നിർമ്മാതാവ്. സിനിമയായിട്ടൊന്നും വലിയ കണക്റ്റഡ് അല്ല, കാര്യമൊന്നും അധികം അന്വേഷിക്കാറില്ല. നമ്മുടെ സിനിമകൾ കാണും, അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്ന പറഞ്ഞാൽ അതൊരു മോശം സിനിമയാണെങ്കിൽ മോശം സിനിമ അവർക്ക് ഇഷ്ടമായില്ലെന്ന് പറയാൻ അവർക്ക് മടിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പോയി ശരിയാക്കാൻ പറ്റില്ലല്ലോ. അവർ കൂടുതലും അവർ ഫാമിലി ഓറിയൻറ്റഡാണ്, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമുക്കതിലൊരു നമ്മുടെ സിനിമാ ജീവിതത്തിൽ ഒരു ട്രബിളും തരാത്ത, സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ ട്രബിളാണല്ലോ, ഒരുപാട് ട്രബിളുകൾ ഉണ്ടാകുന്നതിൽ അതിൻ്റെ കൂടെ ഒരു ട്രബിൾ തരാത്ത ഒരാളാണ്. പ്രണവ് അഭിനയിച്ചിട്ട് നന്നായോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അദ്ദേഹത്തിന് അങ്ങനെ ആദ്യം സിനിമയിൽ അഭിനയിക്കുന്നതന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അവർ വേറൊരു തരത്തിൽ സഞ്ചരിക്കുന്നവരാണ്. എനിക്കും ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നിയിരുന്ന ഒരാളാണ് ഞാനും പപ്പേട്ടനായിട്ട് സംസാരിച്ച കഥകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് ട്രാവലിലേക്കൊക്കെ പോകണം, ഇതല്ല ഇന്ത്യ കാണണം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു.
പക്ഷെ അത് അയാൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. അയാൾക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം, അയാൾക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാനാണ് ഇഷ്ടം, പാട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ ഒരുപാട് സിനിമകൾ വരുന്ന സമയം ഈ വെറുതെ, അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുകയല്ല, അതാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അല്ല, ഇഷ്ടമല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അയാളൊരു കഥ, ഒരു നോവൽ എഴുതുകയാണ്, അയാളൊരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ വെറുതെ ഇരിക്കുകയല്ല. നമ്മൾ വിചാരിക്കും അയാൾ ഇങ്ങനെ നടക്കുകയാണെന്ന്. അപ്പം വളരെ അടുത്ത അയാൾ ഒരു പാരീസിൽ നിന്ന് സ്പെയിൻ വരെ നടക്കുക, 1000 കിലോമീറ്ററാണ് തനിച്ച് നടക്കുക. അതൊക്കെ എൽ കമീനോ എന്നൊരു വാക്കാണ്, അതൊരു സ്പിരിച്വൽ വാക്കായിട്ടാണ്. അപ്പോൾ തനിച്ച് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയും പോയി നടക്കാൻ പറ്റില്ല, ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു ട്രാവലിൽ അയാൾ എന്താണ് അച്ചീവ് ചെയ്തതെന്നുള്ളത് അയാൾക്കേ അറിയാവുള്ളൂ. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാം, ഒരു സൗകര്യമില്ല അവിടെ താമസിക്കാൻ. അപ്പോൾ വഴിയിൽ കിടക്കാം, അല്ലെങ്കിൽ ടെൻറ്റിൽ കിടക്കാം, പള്ളിയുടെ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസാണ്. അതിൽ ആൾക്കാരെ കണ്ടുമുട്ടുന്നു, പിന്നെ അവരുമായിട്ട് സൗഹൃദത്തിലാകുന്നു, അവർ ട്രാവൽ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ ചോദിച്ച ജർമ്മനിയിലാണ്. ഡിഫറെൻറ്റ് വേൾഡാണ് അല്ലേ? അവർ ഡിഫറെൻറ്റ് വേൾഡ്, അവർ എൻജോയ് ചെയ്യും. അതിനെ നമ്മൾ എന്തിനാണ്, ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചില്ല അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മകൾ കവിത എഴുതുമല്ലോ, വിസ്മയ അല്ലേ? ഒരു പുസ്തകവും ഇറങ്ങിയിരുന്നു പുതിയതായിട്ട് എന്തെങ്കിലും? പിന്നെ നമ്മൾ ആ പുസ്തകം ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു നല്ലതായിട്ട് പടം വരയ്ക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം ആ കുട്ടി ഒരു മൊയ്ത്തായി എന്ന് പറഞ്ഞൊരു മാർഷ്യൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, അത് ശരി. ഇപ്പോൾ ലാലേട്ടൻ പണ്ട് എഴുത്തും പടം വരയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് പടം വരയ്ക്കും. നമ്മളൊക്കെ അങ്ങനത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അല്ല, അതിപ്പം നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നു. ഇഷ്ടത്തിന് പാട്ട് പഠിക്കുക, പാട്ട് പാടാനുള്ളൊരു കഴിവും ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മദർ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ വീട്ടിൽ ആൾക്കാരെയൊക്കെ വെച്ച് പഠിച്ചാണ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്ന്. പക്ഷെ ആ സമയത്ത് നമുക്ക് പാട്ട് പഠിക്കുക, അതിനുള്ള സാമ്പത്തിക ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അങ്ങനെ ആ സമയത്തില്ല. പിന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോയില്ല. നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പാട്ട് പാടി പോകുന്ന ആളാണ്. റെയർ കളക്ഷൻസ് ഉള്ള ഒരാളാണ്, കസ്റ്റോഡിയൻ എന്നാണ് സ്വയം പറയുന്നതെങ്കിലും. ഒരുപാട് ഇപ്പം നമ്പൂരി സാറിൻ്റെയൊക്കെ ചിത്രങ്ങൾ. നമ്പൂരി സാറിൻ്റെ വളരെയധികം, എനിക്കൊരു 150ഓളം ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. ഞാനതെല്ലാം നന്നായിട്ട് ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമാണ്, എനിക്കതൊരു മ്യൂസിയമായിട്ട് ചെയ്യണം എന്നുള്ളത്. അത് നടക്കണം. അതൊരു എൻ്റെ മാത്രമല്ല, മലയാള സിനിമയുടെ ഒരു മ്യൂസിയം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സിനിമകൾ, ക്ലാസിക്കുകൾ, ഒരു ലൈബ്രറി, എൻ്റെ കളക്ഷൻസ്. കാര്യം ഇത് ഈ ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊരു ട്രാവലിലൂടെയാണ്. ഇത് വേറൊരാളുടെ കയ്യിലേക്ക് പോകും, അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അതിൽ വലിയ താല്പര്യം ഉണ്ടാകണം. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ ചിത്രത്തിലൊന്നും അല്ല, നമുക്ക് അതിലൂടെയൊരു താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചിലപ്പം ഒരു പക്ഷേ ബിഗസ്റ്റ് പെയിൻറ്റിങ് എൻ്റെ കയ്യിലുണ്ടാകാം, ബിഗസ്റ്റ് സ്റ്റാച്യൂസ് എൻ്റെ കയ്യിലുണ്ട്, ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. അതിപ്പം എല്ലാം അങ്ങനെ അതങ്ങ് പോകും. അപ്പോൾ അതിനെ ഇവിടെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുവരണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് ഒരു വളരെ അടുത്ത കാലത്ത് അത് ചെയ്യണം. അത് മലയാള സിനിമയ്ക്ക് പോലും അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റേഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുത്തിട്ട് പോകണം. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അത് നല്ലൊരു സ്ഥലത്ത് തുടങ്ങണം, ആൾക്കാർക്കൊക്കെ കാണാൻ വരാനും, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് വന്ന് അപ്പോൾ ഒരു ലൈബ്രറി ഉണ്ടാക്കാം. എന്തായിരുന്നു മലയാള സിനിമയുടെ ഒരു ട്രാവൽ ഭയങ്കരമല്ലേ, ഒരു ധൈര്യം എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി, കാര്യങ്ങൾ, ആക്ടേഴ്സ്. ഇപ്പം ഒരുപാട് പേർക്ക് പലരെ അറിയില്ല. നസീർ സാറ്, നമ്മൾ ആൾക്കാരോട് പെരുമാറുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നതും നമ്മളെ ബാധിക്കില്ല, അല്ലെങ്കിൽ ബാധിക്കില്ല എന്ന് പറയാൻ നമ്മളത് നല്ല കാര്യം എടുക്കുക, മോശം കാര്യം തള്ളുക എന്നുള്ളത് തന്നെയല്ലേ. ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരാളായിരിക്കും ഞാൻ ഇപ്പോഴും. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ എന്താ ചെയ്യുക, നമ്മുടെ ഒരു പ്രൊഫഷണൽ ഹസാഡ് എന്നാണ് പറയുന്നത്. ഈ പ്രൊഫഷനിലുള്ള ഒരു കുഴപ്പമാണ്. എന്നാലും ഇപ്പോൾ ഇത്തവണ ഒരു പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ അന്യനായി പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വളരെ അങ്ങനെ ചോദിക്കുന്നത്. ഇത്രയും സ്നേഹം ആൾക്കാർ കിട്ടുകയല്ല അല്ലേ? അങ്ങനെ ചോദിക്കുന്ന എല്ലാവരുമായിട്ടല്ലല്ലോ ചോദിക്കുന്നത്, ഒരു വിഭാഗത്തിനോടല്ലേ ചോദിക്കുന്നത്. അതറിയാതെ ഇത് നമ്മൾ രാവിലെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് ചോദിച്ചല്ലോ. ആ സമയത്ത് മനസ്സിൽ വന്ന ഒരു സത്യസന്ധമായ ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? ഇപ്പോൾ മോഡൽ സ്കൂള്, MG കോളേജ്, എല്ലാം നല്ല ഓർമ്മകളാണ്. പക്ഷേ എനിക്ക് എൻ്റെ മദർ എറണാകുളത്ത് വന്നിട്ട് സുഖമില്ലാതായിട്ട് 8 വർഷമായിട്ടിപ്പം അവിടെയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമായിരുന്നു.
ഇപ്പം ഇവിടെ വരുമ്പോൾ വലിയ സങ്കടം തോന്നും. ഇവിടെ വന്നിട്ട് ഞാനൊരു ഹോട്ടലിൽ താമസിക്കുക. മുടവമ്മകളുടെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് രാവിലെയും പോയിരുന്നു. അവിടെ പോയി ഞാൻ എൻ്റെ കൂടെയുള്ള സനിൽകുമാർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. പക്ഷേ എൻ്റെ ഫാദറും ബ്രദറൊക്കെ അവിടെയാണ് ഉള്ളത്. അവരെയൊക്കെ പോയി തൊഴുതു. പക്ഷെ അവിടെ ആ അമ്മ ഇല്ലെന്ന് പറയുന്ന ഒരു ഭയങ്കര നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെ അധികം വരാറില്ല. അല്ലെങ്കിൽ എപ്പോഴും എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ വരുന്നൊരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. ഈ വീഥികളൊക്കെ എപ്പോഴും അല്ലേ? പക്ഷെ എല്ലാം ഓരോ പ്രാവശ്യം വരുമ്പോഴൊക്കെ മറന്നുപോയി, മാറ്റം വരുന്നല്ലേ തിരുവനന്തപുരം? ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ, ഭയങ്കരമായിട്ട് മാറി. പക്ഷേ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ നമ്മുടെ സ്കൂൾ വഴിയൊക്കെ ഒന്ന് കാറിൽ പോയി ഒന്ന് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകാം. ടെറിട്ടോറിയൽ ആർമിക്ക് എന്നുള്ള അതിലും ഒരു ഉന്നത പദവി വഹിക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടിയുള്ള സമയം പ്രവർത്തനത്തിനൊക്കെ ഒരിടയ്ക്ക് വിളിക്കുമ്പോൾ പോകുക, അങ്ങനെയാണോ? ഞാൻ എല്ലാ വർഷവും പോകുമായിരുന്നു. ഈ കോവിഡ് ആയതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല. കാര്യം അവർ വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ 122 TA എന്ന് പറയുന്ന കേരളത്തിലെ കണ്ണൂരായിരുന്നു, ഇപ്പോൾ അത് കാലിക്കറ്റിലേക്ക് മാറി. ഇത് മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. ഞാൻ പലപ്പോഴും പോയിരിക്കുന്നത് ജമ്മുവിലായിരുന്നു. ഗറോട്ട എന്നൊക്കെയുള്ള സ്ഥലത്താണ്. ജമ്മുവിൻ്റെ ഭാഗത്തൊക്കെ ബോർഡറിൽ ഞാൻ പോകുമായിരുന്നു. ഇവരുടെ കൂടെ പോകും, അവരുടെ കൂടെ നിൽക്കും, സംസാരിക്കും. എനിക്ക് പിന്നെ ഒരു ആർമിയുടെ സൈറ്റുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ് നേവിയിൽ ജോയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ പോയാൽ നോക്കാം. അതിലെ ഒഴിവുകൾ എങ്ങനെയാണെന്ന് ഒരു സൈറ്റുണ്ട്. പിന്നെ ആർമിയുടെ വേറെ ചെറിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതൊരു വലിയ അംഗീകാരമാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വിഡോസിൻ്റെ ആർമി വിഡോസിന് വേണ്ടി നോർത്തിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ പാർട്ടിസിപ്പേഷനുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ എന്താണ് മലൈക്കോട്ട വാലിബൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ബോർഡറിലെ ഒരു കുട്ടികൾക്കൊക്കെ ഒരു 100 ലാപ്ടോപ്പ് പോലത്തെ സാധനങ്ങൾ കൊടുത്തു. ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആ ബോർഡറിൽ മുഴുവൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ. അവിടെ ഭയങ്കര തണലില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇതൊരു എന്താ പറയുന്ന ഒരു ഗുഡ് വിൽ അംബാസഡറാണ്. അപ്പം നമുക്ക് അങ്ങനെ റിട്ടയർമെൻറ്റ് പോവാം. എനിക്ക് അവിടെ പോയി കാണാം, അവരുടെ അതിൽ പോകണം. അവർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് പോയിരുന്നു. അവർ ആൾക്കാരെ പോയി കണ്ടു. ഇപ്പം ഇനി അവർ കാശ്മീരിലേക്ക് പോവാണ്, ശ്രീനഗർ. അപ്പോൾ അടുത്ത അല്ലെങ്കിൽ വേറെ പല ബോർഡറിലേക്കൊന്നും എനിക്ക് പോകേണ്ട സമയമായിരുന്നു. അപ്പം അവർ പോവുക, അവരുമായിട്ട് നിൽക്കുക, അവരുമായിട്ട് സംസാരിക്കുക. നമ്മൾ ആ ചേർന്ന സമയത്ത് ഒരു 25 to 40% ഹൈക്ക് ഉണ്ടായി. അപ്പോൾ അതിൽ ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറയാം, ഈ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ 16 വർഷമായി പോകുന്ന സമയത്ത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ക്യാപ്റ്റൻ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് സല്യൂട്ട് ചെയ്തു. സാർ, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ആർമിയിൽ വന്നത്, നിങ്ങളുടെ സിനിമ കണ്ടിട്ടാണ് ചേട്ടനാ. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ, അതാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പേരിലുള്ള അവാർഡ് സ്വീകരിച്ച് ആ വേദിയിൽ സംസാരിക്കുക മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ മോഹൻലാലിനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഇന്ത്യ മുഴുവൻ മലയാളത്തിൻ്റെ ഒരു യശസ് ഉയർത്തി. കേരളത്തിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാലും കേരളീയർ എന്തെങ്കിലും പ്രതിസന്ധി നേരിടുമ്പോഴും എല്ലാം അതിനൊപ്പം വരുന്നു, തന്നെക്കൊണ്ട് ചെയ്യാൻ ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ പ്രളയത്തിന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറയണം, ഈ പിന്നെ നോർത്ത് മലബാറിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്ത എത്രയോ സ്ഥലങ്ങൾ, ഊരുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത വിശ്വശാന്തിയിലുള്ള കുട്ടികളാണ്. അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തത്, അവർക്ക് ഡ്രസ്സ് കൊടുത്തത്. ലാൽസാൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള ഫൗണ്ടേഷൻ. ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു റോബോട്ടിനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ ഈട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ പരസ്യമായിട്ട് പറയേണ്ട കാര്യമില്ല. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ പഠിപ്പിക്കുക, അവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരുപാട് പ്രോജക്ട്സുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് കുട്ടനാട് വെള്ളം എന്ന് പറയുന്ന ഏറ്റവും മലിനപ്പെട്ടിരിക്കുന്ന വെള്ളമാണ്. ആദ്യമായിട്ടൊരു സോളാർ, ഈ ശുദ്ധ വെള്ളം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു കൊടുത്തു. അത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വേണമെന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. കാര്യം അവിടെ ആരും വേണ്ട, സോളാറിൽ നിന്ന് എല്ലാവർക്കും ഒരു കാർഡുണ്ട്, അത് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക. അതിനൊരു കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും വന്ന് വെള്ളം എടുത്തിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഈ സൊസൈറ്റിക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ബെറോസ് വൻ വിജയമായി മാറട്ടെ, അങ്ങയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു അഭിമാന സ്തംഭമായി പുറം രാജ്യങ്ങളിലും അത് ആ സിനിമ പ്രശസ്തി നേടട്ടെ. വളരെ സന്തോഷം. എല്ലാ ഓണാശംസകളും എല്ലാവർക്കും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ, കേരള കൗമുദി TV യുടെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന
അങ്ങേക്കും ഇത്രയും നല്ല ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങേക്കും ഓ, വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.